കണ്ടോ? എന്ത് കൊടുത്തു? ദിലീപേട്ടന് എന്ത് കൊടുത്തു? എന്താ കൊടുത്തേ? ഇത് കുറച്ച് ഇതെന്താ പേര്? കുറെ സിനിമകൾ കാണാറുണ്ട്. മാറ്റി വെച്ചിരുന്നു. ഒരു ഫോട്ടോയും കൈ കൊടുക്കാതെ വെച്ചിരുന്നു. ഇപ്പൊ കൊടുത്തപ്പം അവളൊക്കെ ഭയങ്കര സന്തോഷവും ഡാൻസും കളിച്ച് പാട്ടും പാടി എപ്പോഴും നടക്കും. ഓടി ഇവിടെ കിട്ടണം. എന്റെ കൂടെ നിൽക്കും. അവളുടെ അനിയനാണ്. അത് ശരി, എല്ലാരും അറിയും അല്ലേ? സ്കൂളിൽ പോണ്ട ആള്. എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ? SLC എഴുതും. SLC പരീക്ഷ എഴുതും. ഒരുങ്ങിയപ്പോ പോവാനായിട്ട് എവിടെ പോണു? ആനയാ? ആരാണ് ആന? സുമിയെ കൂടെ ചേർത്ത്. ആണോ? ഇനി വരാൻ പറ. എവിടെ? അതിൽ പഠിക്കണം. അടുത്തുള്ള കാണുമ്പോ SLCക്ക് പാസ്സാവണം. റെഡി ഒന്നുകൂടി കൊടുക്കാനാ പറയണ. ഓക്കെ, മോള് വാങ്ങിച്ചിട്ട് കൊടുക്കും. മോള് കൊടുക്കും. എടുത്തിട്ട് കൊടുക്കും. പിടിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു നിമിഷത്തെ കുറിച്ച്, കാരണം നമ്മൾ വളരെ അധികം കാത്തിരുന്ന ഒരു നിമിഷത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇതും പറഞ്ഞാല് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം എന്തോ ഒരു ഇത്രയും നാള് നമ്മളെ ശരിക്കും പറഞ്ഞ എന്റെ മോളുടെ പ്രായമുള്ള ഒരാളാണ്, ഒരു മോളാണ്. ഈ ഒരു എന്താ പറയണ ഒരു ഇങ്ങനെ ഒരു അവസ്ഥകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. പക്ഷെ മോക്ക് പെട്ടെന്ന് എല്ലാവിധ അസുഖങ്ങളൊക്കെ ഭേദമായിട്ട് അല്ലേ? അപ്പൊ ഇത്തവണ 10ാം ക്ലാസ് എഴുതിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുന്ന അല്ലെ? ആള് ഇത്തവണ പാസ്സാവില്ലേ മോള് നല്ല മാർക്ക് വാങ്ങിക്കൂലേ? നല്ല മാർക്ക് വാങ്ങിക്കാന്നൊക്കെ ആള് പറഞ്ഞിട്ടുണ്ട്. എന്റെ എല്ലാവിധ പ്രാർത്ഥനകളും അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കാണാൻ കേട്ടോ. എന്തായാലും വലിയ സന്തോഷം എന്ന് വെച്ചാല് കൊച്ചുകുട്ടികളുടെ മനസ്സിൽ നമ്മള് അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക, അവർക്കതിലത് പിടിച്ചു മാറ്റുമ്പോ എന്നൊക്കെ പറയുമ്പോ 4-5 വയസ്സായപ്പോ മുതലേ
എല്ലാ പടവും കാണും. എന്നാലും പത്രമൊക്കെ വരുമ്പോഴത്തേനും ഇത് തന്നെ അല്ലാത്ത ഏതെടുത്താലും കീറി ദൂരെ കളയും, അത് എവിടെയും കൊണ്ടുകളയും. ഇത് മാത്രം എപ്പോഴും എന്നിട്ട് കൊണ്ടുവന്നിട്ട് പറയും കീറി കണ്ടിച്ചു കൊടുക്കാൻ പറയും. അത് എന്നിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അതുകൊണ്ട് നടക്കും എപ്പോഴും. അത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നി എങ്ങനെയാന്ന് നമുക്കൊന്നും അറിയത്തില്ല. ഒരു ആളുടെ പടം മാത്രം കാണിച്ചെങ്കിൽ അത് പറയാം. എല്ലാ പടങ്ങളും കാണും. ഒരു ഹോസ്പിറ്റലിലെ പല്ലിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുകുഞ്ഞൊക്കെ കാണിക്കോ? എങ്ങനെ കാണിക്കും? അനുകരിക്കോ? കുഞ്ഞുകുഞ്ഞെന്ന് കാണിച്ചേ. എല്ലാവരും കൂടെ ഉള്ളതാണോ? പടം രണ്ടുപേരും ഒന്നിച്ചുള്ള പടങ്ങളാണ്. അതെല്ലാം മോളോട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതെ രണ്ടുപേരോടുള്ള പടങ്ങളല്ലേ കൂടുതലുള്ള. അതെ അതെ അതെ. ഓ, ഇപ്പൊ എന്തായാലും പെട്ടെന്ന് സുഖാവട്ടെ. പരീക്ഷ ഗംഭീരമായിട്ട് എഴുതണം. നമ്മൾ ഒരുമിച്ചുള്ളൊരു ഫോട്ടോ എടുത്ത് കൊടുക്കുക. ഇനി മോളെ ഇല്ലാതിരിക്കും അല്ലേ? ഒന്ന് മയക്ക് മാറ്റിയിട്ട് ആരാ ഫോട്ടോ എടുത്ത് കൊടുക്കുക? പ്രോജക്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് മാനേജ്മെന്റ് തന്നെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് മോഡേണൈസ് ചെയ്തിട്ട് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്ന അതേ പരിപാടികളാണ് വളരെ ഏറിയ ഒരു ചിത്രം ഉണ്ടാകും. കളിപ്പാട്ടമാണ് ചില ആർട്ടിസ്റ്റ് കുട്ടികൾക്ക് ചിലപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടാണ്. അത് തന്നെ ചെയ്യാൻ എളുപ്പം
ടയർ ആണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് വെഹിക്കിൾസ് ആയിട്ട് ഒബ്സഷൻ ഉണ്ട്. നമ്മൾ വെഹിക്കിൾസിന്റെ പേര് പറഞ്ഞിട്ട് അങ്ങനെ സ്പീച്ച് കൊടുക്കും. ഇതായിരുന്നു ഇപ്പൊ 2-3 ദിവസമായിട്ട് വളരെ എക്സൈറ്റഡ് ആണ്. ഹലോ, എന്താ പേര്? അറിയോ? കുറെ ദിവസങ്ങൾക്ക് മുമ്പാണ് മോളായിട്ട് സംസാരിച്ചത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഉടനെ തന്നെ എത്താൻ സാധിച്ചില്ല. അതിലൊരു ക്ഷമ അല്ലേ? ഇവിടെ വന്നപ്പോ മോളെ മാത്രമല്ല, ഇതുപോലെ അസുഖമുള്ള വേറെ ഒരുപാട് കുഞ്ഞുങ്ങളെ കാണാൻ സാധിച്ചു. വല്ലാത്തൊരു വിഷമമുള്ളൊരു അവസ്ഥ തന്നെയാണ്. എന്നാലും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മോള് ഏത് സമയത്ത് എൻ്റെ ഒരു ഫോട്ടോ കൊണ്ടു നടക്കുന്നു, നമ്മുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞത് അത് വളരെ അത്ഭുതപ്പെടുത്തുന്ന എന്തോ ഒരു മുജ്ജന്മ ബന്ധം പോലെ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? എന്തായാലും എൻ്റെ എല്ലാ പ്രാർത്ഥനകളും എന്നോട് ഞാൻ എന്താ പറയാ, എന്തായാലും പെട്ടെന്നെല്ലാം ശരിയാവട്ടെ. നല്ല മിടുക്കി കുട്ടിയാവട്ടെ അല്ലേ? ആവൂലേ? പറ, ഇവരോടൊക്കെ പറ ആവുന്നു. ആയി. ഓക്കെ, ശരി, സന്തോഷം. പിന്നെ നമുക്ക് ഇടയ്ക്ക് കാണാം. ഇനി കാണുമ്പോ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഓക്കെ അല്ലേ? ടാറ്റ. അത് അങ്ങനെ പറയരുത്, പാസ്സാവെന്ന് പറയണം. പാസ്സാവെന്ന് പറഞ്ഞേ ഓക്കെ പറ. ആ ഓക്കെ, നമുക്കത് മതി. ശരി, അല്ല ദൈവാനുഗ്രഹിക്കും. കാണാം. ഓക്കെ. വണ്ടി